യുക്രൈൻ റഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 28 നിർദ്ദേശങ്ങൾ പുറത്തുവിട്ടു. ഇത് പരസ്പരം രണ്ട് രാജ്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ യുദ്ധവിരാമം ഉണ്ടാക്കണം എന്നുള്ളതാണ് ട്രംപിൻ്റെ അഭിപ്രായം. ഇത് കൃത്യമായി പഠിച്ചതിന് ശേഷം പ്രതികരിക്കാം എന്ന് യുക്രൈൻ പറഞ്ഞതായിരിക്കുന്ന വിവരവും, ഈ കാര്യത്തിൽ ഒരു നിലപാട് കൃത്യമായ രീതിയിൽ റഷ്യ പറഞ്ഞിട്ടില്ല എന്ന രീതിയുമാണ് ഇപ്പോൾ നമ്മൾക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. 2022 ഫെബ്രുവരിയിലാണ് റഷ്യ ഉക്രൈനെ ആക്രമിച്ചുകൊണ്ട് യുദ്ധത്തിൻ്റെ ആരംഭം കുറിക്കപ്പെട്ടത്. നാറ്റോയിൽ ഉക്രൈൻ അംഗത്വമായാൽ അത് സാരമായ രീതിയിൽ റഷ്യയെ ബാധിക്കുമെന്നുള്ളതും മധ്യസ്ഥർ മുഖാന്തരം റഷ്യയുടെ ഈ ജിജ്ഞാസ ഒഴിവാക്കണം എന്നുള്ളതായിരുന്നു ആദ്യ നിർദ്ദേശം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ പറ്റുന്ന വിഷയം പിന്നീട് അത് യുദ്ധത്തിൽ കലാശിക്കുകയും ഏകദേശം 3 വർഷം കഴിഞ്ഞിട്ടും അവസാനിക്കാത്ത മാരക യുദ്ധമായിട്ട് അത് തീരുകയും ചെയ്തു. മരണപ്പെട്ട സൈനികരുടെ എണ്ണത്തെക്കുറിച്ചോ നാശനഷ്ടം ഉണ്ടായിരിക്കുന്ന രാജ്യത്തിൻ്റെ ഈ സംഖ്യകൾ എന്നതിനെക്കുറിച്ചൊന്നും യാതൊരു വിവരവും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. എല്ലാം അജ്ഞാതമാണ്. ഈ യുദ്ധത്തോടനുബന്ധിച്ച് ഒരു വിമാനം പോലും തകരുകയും അതിലുള്ള ആളുകൾ അത്രയും മരണപ്പെട്ട രീതിയിലുള്ള സംഭവങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതിൽ പ്രധാനമായിരിക്കുന്ന ഈ ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്ന 28 നിർദ്ദേശത്തിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇത് എത്രത്തോളം സ്വായത്തമാക്കാൻ വേണ്ടി സാധിക്കും, അംഗീകരിക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ചൊക്കെ രണ്ടാം ഘട്ടത്തിലെ പറയാൻ വേണ്ടി സാധിക്കൂ എന്നുള്ളതാണ് ചില മീഡിയകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന അഭിപ്രായം. അതിലൊന്ന്, നാറ്റോ അംഗത്വം ഉക്രൈൻ ഉണ്ടാകുകയില്ല എന്നുള്ളത്. നാറ്റോ അംഗത്വവുമായിട്ട് ബന്ധപ്പെട്ടാണ് യഥാർത്ഥത്തിൽ ഉക്രൈൻ റഷ്യയും തമ്മിൽ യുദ്ധം തന്നെ ആരംഭിക്കുന്നത്. അവിടെ ഒരു പിടിവാശി ഉക്രൈൻ പിടിച്ചു, അല്ലെങ്കിൽ ആ പിടിവാശി പിടിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ അമേരിക്ക സൃഷ്ടിച്ചു എന്നും പറയാം. അതോടുകൂടിയാണ് ഇതിൻ്റെ ഒരു പ്രാഥമിക ഘട്ടം, യുദ്ധത്തിലേക്ക് നീങ്ങുന്ന ഘട്ടം തുടങ്ങുന്നത്. നാറ്റോയിൽ അംഗത്വം ആയാലുള്ള ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, നാറ്റോയുടെ നിയമവ്യവസ്ഥയിൽ പറയുന്ന കാര്യം, നാറ്റോയിൽ അംഗത്വമുള്ള ഏതെങ്കിലും രാജ്യത്തെ മറ്റേതെങ്കിലും രാജ്യം ആക്രമിച്ചാൽ സ്വന്തം രാജ്യത്തെ ആക്രമിച്ചതിന് തുല്യമായി കണ്ടുകൊണ്ട് ശത്രുപക്ഷത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടി കൂടിയിരുന്നിട്ട് കൂട്ടമായ രീതിയിൽ തിരിച്ച് ആക്രമിക്കുമെന്നുള്ളതാണ്. നാറ്റോയുടെ ഏകോപന സംവിധാനം ആ രാജ്യത്തെ പ്രതിരോധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ റഷ്യയും ഉക്രൈനും തമ്മിലുള്ളൊരു വിഷയം നിലനിൽക്കുന്ന സമയത്ത് നാറ്റോയിൽ ഉക്രൈൻ അംഗമായി കഴിഞ്ഞാൽ പിന്നീട് ഈ യുദ്ധം വരിക ഉക്രൈനും റഷ്യയും തമ്മിൽ നേരിട്ടല്ല, പകരം നാറ്റോ സഖ്യത്തിലെ സൈനികരും ആ രാജ്യവും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും. അത് വലിയ രീതിയിലുള്ള പ്രയാസം റഷ്യക്കും ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് നാറ്റോയുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇതിൽ മുഖ്യ പരിഗണന നൽകിക്കൊണ്ട് ട്രംപ് പറയുന്നു നാറ്റോ അംഗത്വം ഉക്രൈന് ഉണ്ടാകില്ല, അത് ഉണ്ടാകാനുള്ള അപേക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തടയപ്പെടും എന്നുള്ളത്. രണ്ടാമത്തെ പറയുന്നത് ഉക്രൈൻ്റെ സായുധ പരിധി 6 ലക്ഷമായിട്ട് നിജപ്പെടുത്തുമെന്നുള്ളതാണ്. വലിയ സൈനിക ബലമുള്ള രാജ്യമാണ് ഉക്രൈൻ എന്ന് പറയുന്നത്. ഏകദേശം 10 ലക്ഷത്തിലധികമുണ്ട് എന്ന് പറയുന്നു. ചില റിപ്പോർട്ടിനകത്ത് 12 ലക്ഷം വരെ എന്ന് പറയുന്നു. അതിന് രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടും രാജ്യത്തിലെ സൈനികരുടെ ബലശക്തികളൊക്കെ ഉണ്ടാവുന്നത് അനിവാര്യമാണ് എന്നതിനാൽ അതിന് ഈ ഇളവ് നൽകിക്കൊണ്ട്, അല്ലെ മിതത്വം നൽകിക്കൊണ്ട് 6 ലക്ഷമാക്കി ചുരുക്കുമെന്നാണ്. 12 ലക്ഷമാണുള്ളതെങ്കിൽ പകുതിയോളം സൈന്യത്തെ പിരിച്ചുവിടും, അല്ലെങ്കിൽ സൈനികർക്ക് ഗവൺമെൻറ് തലത്തിൽ മറ്റു ജോലികൾ കൊടുക്കും. സൈനികരായി 6 ലക്ഷം മാത്രമേ പരിഗണിക്കുകയുള്ളൂ എന്നുള്ളത് അതിൽ പറയുന്നു. മൂന്നാമത്തത്, ഉക്രൈൻ്റെ പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യയും സഹായിക്കും. $100 മില്യൺ സഹായം നൽകിക്കൊണ്ട് പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ സഹായങ്ങൾ റഷ്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നും പറയുന്നു. അപ്പോൾ റഷ്യയുമായിട്ട് സംസാരിച്ചതിന് ശേഷമായിരിക്കാം ഒരുപക്ഷെ അത് തീരുമാനിച്ചത്, അല്ലെ അഭിപ്രായം പറഞ്ഞത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ വിഷയത്തിൽ 1-2 വിഷയത്തിൽ നാറ്റോ, റഷ്യ, ഉക്രൈൻ ഈ 3 രാജ്യങ്ങളുമായിട്ടുള്ള ചർച്ചയിൽ അമേരിക്ക മധ്യസ്ഥ വഹിക്കും. ഇപ്പോൾ വിഷയം എന്ന് പറയുന്നത് നാറ്റോയിൽ ഉക്രൈൻ അംഗത്വം എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ നാറ്റോ ഒരു കക്ഷിയാണ്, ഉക്രൈൻ മറ്റൊരു കക്ഷിയാണ്. ഈ 2 വിഭാഗവുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന റഷ്യ മറ്റൊരു കക്ഷിയാണ്. അങ്ങനെ 3 രാജ്യങ്ങൾ അല്ലെങ്കിൽ 3 വിഭാഗമായിട്ടാണ് ഈ വിഷയം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ മധ്യസ്ഥ റോളായിട്ട് അമേരിക്ക വരികയും 3 വിഭാഗത്തോടും വ്യത്യസ്ത സമയങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ട് പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ട് മുന്നൊരുക്കം നടത്തും എന്നും ഇതിൽ പറയുന്നുണ്ട്.
താൽക്കാലികമായിരിക്കുന്ന യുദ്ധാവസാനമാണ് അടുത്തത് പറയുന്നത്. ഇതിന് മുൻപ് തന്നെ സൗദി അറേബ്യയുമായി ബന്ധപ്പെട്ട് ഒരു ഉക്രൈൻ റഷ്യൻ ചർച്ച നടത്തിയിരുന്നു. അതിൽ റഷ്യ ഒഴിച്ച് ബാക്കി എല്ലാവരും 34ഓളം രാജ്യങ്ങൾ അന്ന് പങ്കെടുത്തു. ജിദ്ദയിൽ വെച്ചായിരുന്നു ഉച്ചകോടി ഉണ്ടായിരുന്നത്. കിരീടാവകാശിയായിരിക്കുന്ന മുഹമ്മദ് ബിൻ സൽമാൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട വളരെ പ്രധാനമായിരിക്കുന്ന ലോകം ശ്രദ്ധിക്കപ്പെട്ട ഒരു ഉച്ചകോടിയായിരുന്നു ഉക്രൈൻ റഷ്യയുമായി സംയുക്തമായി ചേർന്നുകൊണ്ടുള്ള ജിദ്ദയിൽ തുടങ്ങിയിരിക്കുന്ന ഉച്ചകോടി എന്ന് പറയുന്നത്. അതിൽ റഷ്യ പങ്കെടുത്തിട്ടില്ല. പിന്നീട് റഷ്യയുടെ പ്രതിനിധിയുമായിട്ട് നേരിട്ട് ചർച്ച നടത്തുകയും ചെയ്തു. ആ സമയത്ത് കിരീടാവകാശിയായിരിക്കുന്ന മുഹമ്മദ് ബിൻ സൽമാൻ രാജാവ് മുന്നോട്ട് വച്ചിരിക്കുന്ന കാലികമായിരിക്കുന്ന പ്രസക്തിയുള്ള പ്രധാനമായിരിക്കുന്ന വിഷയങ്ങളിൽ ഒന്ന് വിരാമം നടത്തുക എന്നതാണ്. യുദ്ധം അവസാനിപ്പിക്കുക, ശേഷം കരാർ വ്യവസ്ഥയെക്കുറിച്ച് രണ്ടാം ഘട്ടത്തിൽ ആരംഭിക്കുക. അല്ലെങ്കിൽ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ തുടങ്ങിയതിന് ശേഷമാണ് യുദ്ധവിരാമത്തിലേക്ക് നീങ്ങുന്നതെങ്കിൽ ലക്ഷ്യം കാണാൻ വേണ്ടി സാധിക്കുകയില്ല. മാത്രമല്ല വലിയ സാമ്പത്തിക നഷ്ടങ്ങളും ജനങ്ങൾ കൊല്ലപ്പെടുന്നതുമായിട്ട് ബന്ധപ്പെട്ട ജനങ്ങളും സൈനികരും എന്ന് പറയുന്നുണ്ട് കൊല്ലപ്പെടുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് എത്തുകയും ചെയ്തു. ആദ്യം വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം ചർച്ചയാവാം. വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി രണ്ട് രാജ്യങ്ങളും സമീപിക്കുന്ന സമയത്ത് പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹാരം ഉണ്ടാക്കുക എന്ന് പറയുന്നത് മധ്യസ്ഥരെ സംബന്ധിച്ചിടത്തോളം എളുപ്പത്തിൽ നടക്കും. ആ കാര്യമാണ് ഇപ്പോൾ അത് ആവർത്തിച്ച് പറയുന്നത് താൽക്കാലിക യുദ്ധവിരാമം. ആ യുദ്ധവിരാമത്തിന് ശേഷം ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളിലേക്ക് നീങ്ങും എന്നുള്ളത്. അടുത്താണ് ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയം. ക്രിമിലെയർ അടക്കമുള്ള 3ലധികം നഗരപ്രദേശങ്ങൾ ഉക്രൈൻ്റെത് റഷ്യയുടെ കൈവശത്തിലാണ്. ആ പിടിച്ചെടുത്ത സ്ഥലം ഈ റഷ്യക്ക് തന്നെ നൽകും. റഷ്യ അത് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതായത് പറയുന്നത് ഇങ്ങനെയാണ്, ഉക്രൈൻ്റെ ഭൂമിയായിട്ട് നിലനിൽക്കുകയും ഈ പ്രദേശത്തിൽ റഷ്യൻ്റെ സൈന്യത്തിന് ഈ പ്രദേശം നിയന്ത്രിക്കാനും അവർക്ക് ഭരണം നടത്താനും വേണ്ടി സാധിക്കും. ഭൂപ്രദേശം എന്ന് പറയുന്ന സമയത്ത് ഉക്രൈൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഉണ്ടാകുന്നത്. പക്ഷേ അവരുടെ ഭരണാധികാരവുമായി ബന്ധപ്പെട്ട കാര്യം റഷ്യക്ക് നൽകാനും കൂടി ഈ വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. ഇങ്ങനത്തെ വളരെ പ്രാധാന്യമുള്ള കാലിക പ്രസക്തിയുള്ള വിഷയങ്ങൾ തന്നെയാണ് പ്രതിപാദിക്കപ്പെട്ടത്. എന്നാൽ രണ്ട് രാജ്യവും ഉക്രൈനും റഷ്യയും സംയുക്തമായ രീതിയിൽ അംഗീകാരം നൽകുന്ന സമയത്ത് മാത്രമേ യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ശാശ്വതമായിരിക്കുന്ന പരിഹാരമുണ്ടാക്കി എന്ന് പറയാൻ വേണ്ടി സാധിക്കൂ. വളരെ വലിയ രീതിയിൽ മാനസികമായിട്ട് അകന്നു നിൽക്കുകയാണ് ഇപ്പോൾ ഉക്രൈൻ റഷ്യ തമ്മിൽ. മാത്രമല്ല തലസ്ഥാനമായിരിക്കുന്ന കീവ് പിടിച്ചെടുക്കുന്നിടത്തോളം എത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. രണ്ട് തരത്തിൽ അതിനെ പറയുന്നുണ്ട്. ഒന്ന്, ഉക്രൈൻ്റെ തലസ്ഥാനമായിരിക്കുന്ന കീവിനെ പിടിച്ചടക്കിയിരിക്കുന്നു, അല്ലെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു റഷ്യ എന്നുള്ളത്. മറ്റൊരു തലത്തിൽ പറയുന്നത് ഇതിൻ്റെ തലസ്ഥാന നഗരിയായിരിക്കുന്ന കീവിൻ്റെ ചുറ്റുഭാഗം റഷ്യൻ സൈന്യം വളയുകയും ആ മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള യുദ്ധം ഇപ്പോൾ തുടരുകയും ചെയ്യുകയാണ്. വലിയ രീതിയിൽ പ്രതിരോധവും പ്രത്യാക്രമണം നടക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു. ഏതായിരുന്നാലും ഈ മേഖല കേന്ദ്രീകരിച്ച് തലസ്ഥാന മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് റഷ്യ എത്തിയിട്ടുണ്ട് എന്നുള്ളത് രണ്ട് വിഭാഗം സമ്മതിച്ചിരിക്കുന്ന കാര്യമാണ്. മുൻപ് തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് അതിശക്തമായിരിക്കുന്ന യുദ്ധങ്ങൾ പല ഘട്ടങ്ങളും റഷ്യ ഉക്രൈന് നേരെ നടത്തിയിട്ടുണ്ട്. അത് പ്രധാനമായിരിക്കുന്ന യുദ്ധമായിട്ട് വരുന്നത് ഗസയും ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വലിയ രൂക്ഷമായിരിക്കുന്ന യുദ്ധം നടക്കുകയും വലിയ മരണം റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ റഷ്യ എന്ത് ചെയ്യുന്നുണ്ട്, സൈനികർ വെച്ചുകൊണ്ട് ഉക്രൈൻ്റെ തന്ത്രപ്രധാന മേഖല ആക്രമിക്കുന്ന ഒരു രീതി ഉണ്ടാക്കാറുണ്ട്. അതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാര്യം ഇങ്ങനെയാണ്, ലോകം ഗസയിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ ഞങ്ങൾ ഉക്രൈനിലേക്ക് ശ്രദ്ധിക്കുന്നു. അത് ഞങ്ങൾക്ക് വലിയ രീതിയിൽ ഗുണപരമായിട്ട് ഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ രീതിയിലാണ് ഇപ്പോൾ അന്ന് നീങ്ങിക്കൊണ്ടിരുന്നത് എന്ന് ചുരുക്കം. പക്ഷേ ഇപ്പോഴത്തെ വിഷയം, അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ കരാർ വ്യവസ്ഥ പാലിക്കാതിരുന്നാൽ യുദ്ധം കഠിനമാവും, പാലിച്ചാൽ യുദ്ധം അവസാനിക്കും. പക്ഷേ ഉക്രൈൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന വ്ളാഡിമിർ സെലൻസ്കിൻ്റെ ഭാവി വലിയ രീതിയിൽ പ്രയാസപ്പെടുമെന്നുള്ളതാണ്. അദ്ദേഹം സ്ഥലത്തുനിന്ന് ഒഴിഞ്ഞു മാറേണ്ട ഒരു സ്ഥിതി വിശേഷം വരും. അതല്ലെങ്കിൽ ഈ കരാർ വ്യവസ്ഥ പാലിക്കാത്തൊരു സ്ഥിതി വന്നാൽ റഷ്യക്ക് ഉക്രൈനെ ആക്രമിക്കാൻ വേണ്ടി UN സഭയടക്കമായ അമേരിക്ക അടക്കം വലിയ രീതിയിൽ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് എന്നുള്ളിടത്തേക്ക് എത്തുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ സൈനികർക്കും ജനങ്ങൾക്കും ഭരണാധികാരികൾക്കും എല്ലാം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സാരമായി ബാധിക്കുകയും ചെയ്യും എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.